നമ്മളെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിന് കേട്ടോ. നിരത്തി വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കണ്ടോ, അവിടെ ഹാങ്ങിങ് പോട്ടുകളൊക്കെ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ കുറച്ച് അവിടെ തൂക്കിയിട്ട് വെച്ചു. തൂക്കിയിട്ട് വെച്ചല്ല, നിലത്ത് ഇങ്ങനെ വെച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു കുത്തുങ്കാലൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഹാങ്ങിങ് പ്ലാന്റുകൾ തൂക്കിയിടാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായി. അത് പൊട്ടി വീണാണ്, ആകെ പൊട്ടി വീണ് ഉണ്ടോ, ഇവിടെയുള്ള ചെടിയൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ ഉണ്ട്, ഒരു പോട്ടൊക്കെ പൊട്ടിപ്പോയി കണ്ടില്ലേ. ചെറിയൊരു ചെടിച്ചട്ടിയൊക്കെ ഇതാ, ഇതും കുറച്ച് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പരിക്കുകളൊക്കെ അത് പൊട്ടിയത് മൂലം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കണ്ടതിന് കുറേ ബാൽസം ചെടിയൊക്കെ പൊട്ടിപ്പോയിട്ടോ. നമ്മളെ കിൽക്കി ചെടിയും അതും ഇതൊക്കെ വെച്ച് ഞാൻ ചെറുതായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാ. കണ്ടോ, ഈ ഒരു നാടൻ പൂപ്പിയൊക്കെ പിടിപ്പിച്ചെടുത്തേന് അതൊക്കെ പൊട്ടിപ്പോയി. ഇങ്ങനെ പിടിപ്പിച്ച് കൊണ്ടുവരണം. അതെന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഞാൻ കാട്ടിത്തരാം എങ്ങനത്താണ്, എങ്ങനെ ആയി വീണെന്ന്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മുറ്റത്തേക്ക് എടുത്തിട്ടാ ഈ കവുങ്ങിൻ്റെ അമ്മോ ഒരു ചവിട്ടൊട്ടിയുമ്പോഴത്തെ നന്നായിട്ട് പൊടിഞ്ഞു വീണ്. ഇതൊക്കെയാണ് ദ്രവിച്ച് കാഞ്ഞ് നാട് പൊട്ടിയെടു വീണ്. ഞാനിങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേന്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണുണ്ടപ്പേ സൈഡിലുണ്ടായ കുത്തുങ്കാല് അടിഭാഗം ദ്രവിച്ച് പോയിട്ട് ചെരിഞ്ഞപ്പോൾ ഞാനൊന്ന് നേരാക്കിയത് നായിട്ടിൻ്റെ തലയിൽ കൂടെ വീണ്. തലയിൽ കൂടെ വീണാൻ പോരാഞ്ഞിട്ട് പിന്നെ ചെടിച്ചട്ടിയും പൊട്ടി, കുറേ ചെടിയും പൊട്ടി, ആകെ നാസി കുസിയായി. അപ്പോൾ അതാ കണ്ടില്ലേ, ഒന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോണ രീതിയിലേക്ക് ഇത് ഈ ഒരു കവുങ്ങിൻ്റെ അലകായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇനി വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. നിലവിൽ അവിടെ ഉണ്ടായ കാലുകളിൽ ഒരു കുത്തുംകാല് മാത്രം ഇവിടെ ഉണ്ട് കണ്ടോ. ഇതിന് പ്രത്യേകിച്ചൊരു കേടുപാടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ടോ ആകെ ഒരു ദ്രവിച്ച് അങ്ങനെ അങ്ങോട്ട് പൊടിഞ്ഞു പോയതാ. ഈ മൂലയിൽ ഇനി ഒരു കുത്തുങ്കാല് ഇവിടെ. അപ്പോൾ അതിങ്ങനെ പിടിച്ചിങ്ങോട്ട് നീർത്തുന്ന നേരത്തെ നടു ഇങ്ങനെ വിലങ്ങി വെച്ചിട്ടുള്ള അലക് പൊട്ടിയത് വീണ്. ഇതേ തലയിൽ കൂടെ വീണ്. പക്ഷെ നമുക്കത് പറ്റിയില്ല. നമ്മളെ ചെടിച്ചട്ടി ഇതും പൊട്ടി, അവിടെയും പൊട്ടി. വേറെ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ കണ്ടതിന് വാത്സം ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഏകദേശം പൊട്ടി. അതൊക്കെ ഇവിടെ നശിയായപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് അതാക്കിയതാ. ഈ പ്ലാന്റുകളൊക്കെ മറ്റേ പ്ലാന്റൊക്കെ മാറ്റിയാട്ടെ ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെച്ചതാ. കിളിക്കിച്ചെടി, സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി, മയിൽപ്പീലിച്ചെടി, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്ലാന്റൊക്കെ ഇങ്ങനെ തൽക്കാലമായിട്ട് ഇങ്ങനെ വെച്ച. ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കണം ഇവിടെ. അതിനൊക്കെ ഭയങ്കര പൈസ ചിലവല്ലേ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റൊക്കെ നാടൻ ഇതൊരു നാടൻ പൂപ്പിയാണ്, നാടൻ വത്സത്ത് വെറൈറ്റി പെട്ടൊരു പ്ലാന്റാണ്. അതൊക്കെ പൊട്ടി അതിൻ്റെ നിലൊക്കെ പോയി ഇങ്ങനായി. നമ്മൾ ആംഗിങ് പ്ലാന്റ് കട വെച്ച് കഴിഞ്ഞാൽ കാടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇന്ന് ഇവിടെ നടന്ന് നമുക്ക് പിടിക്കൊന്നുമില്ല. ഏതായാലും പൊടിഞ്ഞ കവുങ്ങ് പുറത്തുനിന്ന് പറഞ്ഞ മാതിരി പുതിയ ചെല്ലാട്ടോ. അതേതായാലും അങ്ങനെ ആയി. ഇനിയിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്.